അലക്സ് ഐ കടവിലിൻ്റെ കഥയ്ക്ക് കലൂർ ഡെന്നിസ് തിരക്കഥയും സംഭാഷണവും എഴുതി വിജി തമ്പിയുടെ സംവിധാനത്തിൽ വന്ന ജേർണലിസ്റ്റ് എന്ന സിനിമ. രഞ്ജിനി മേനോൻ ഡൽഹിയിൽ ഒരു വർഷത്തെ ജേർണലിസം കഴിഞ്ഞ് കേരള ടുഡേ എന്ന പത്രത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി ചേരുവാൻ എത്തുകയാണ്. മൂത്ത ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് വേണുവിനോടൊപ്പമാണ് താമസം. ഭാര്യയും 2 മക്കളുമുള്ള സന്തുഷ്ട കുടുംബവുമാണ് വേണുവിൻ്റേത്. ജോലിയിൽ പ്രവേശിക്കാൻ ബസ്സിൽ പോകവേ പെട്ടെന്ന് ബസ് ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ രഞ്ജിനിയുടെ പേഴ്സ് താഴെ വീഴുന്നു. അതറിയാതെ ടിക്കറ്റ് എടുക്കുവാൻ പേഴ്സ് കാണാതെ പോകുന്നത് മോഷണം പോയതാണെന്ന് കരുതി ഒച്ച വയ്ക്കുന്ന രഞ്ജിനി. ഒരു ചെറുപ്പക്കാരൻ പേഴ്സ് എടുത്ത് നീട്ടുമ്പോൾ അത് അയാൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് ബസ്സിലെ യാത്രക്കാരെല്ലാം കൂടി അവനെ മർദ്ദിക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് പത്രം ഓഫീസിലെത്തുന്ന രഞ്ജിനിയെ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ കൈമൾ സാർ സസന്തോഷം സ്വീകരിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്നവരെയെല്ലാം പരിചയപ്പെടുന്ന രഞ്ജിനി സബ് എഡിറ്ററെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നു. രാവിലെ ബസ്സിൽ വെച്ച് പേഴ്സ് നീട്ടിയ ചെറുപ്പക്കാരനായിരുന്നു അയാൾ. വേണു പറഞ്ഞതനുസരിച്ച് സർക്കാർ ആശുപത്രിയിൽ കണ്ണോപ്പറേഷൻ തെറ്റായി ചെയ്തതുകൊണ്ട് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട പാവപ്പെട്ട ഒരു കുട്ടിയുടെ വാർത്ത രഞ്ജിനി തൻ്റെ ആദ്യ ഫീച്ചറായി എഴുതുന്നു. തെളിവ് സഹിതം പ്രസിദ്ധീകരിച്ച ആ വാർത്ത അവൾക്ക് ധാരാളം ആരാധകരെ ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാ സർക്കാർ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ അപകടപ്പെടുത്തിയേക്കാവുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയെ പറ്റിയായിരുന്നു രഞ്ജിനിയുടെ അടുത്ത വാർത്ത. ശർമാജി എന്ന് വിളിക്കുന്ന അനന്തരാമ ശർമ്മയായിരുന്നു സംരംഭത്തിന്റെ പിന്നിൽ. ഉന്നതങ്ങളിൽ പിടിപാടുള്ള എന്തിനും തുനിഞ്ഞിറങ്ങുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു ശർമാജി പത്രത്തിന് ധാരാളം പരസ്യങ്ങൾ നൽകുന്നതുകൊണ്ട് അവർക്കെതിരെയുള്ള കെമിക്കൽ ഫാക്ടറിയുടെ ഫീച്ചർ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ലെന്ന് കൈമൾ സാർ തീർത്തു പറയുന്നു. ഉണ്ണിയുടെ ഉപദേശപ്രകാരം രഞ്ജിനി വിശ്വനാഥനെ പോയി കണ്ട് സഹായം തേടുന്നു. കൈമൾ ലീവിലായിരുന്ന ഒരു ദിവസം ആ ഫീച്ചർ പത്രത്തിൽ വരുന്നു. ആ വാർത്ത വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു. ശർമാജിയുടെ ഗുണ്ടകൾ രഞ്ജിനിയെ കടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് അവളെ രക്ഷിച്ച് സുരക്ഷിതയായി വീട്ടിലെത്തിക്കുന്നു. ഒരേ സമയം രഞ്ജിനിയോട് ഉണ്ണിക്കും പത്രത്തിൻ്റെ MD വിശ്വനാഥനും പ്രേമം തോന്നുന്നു. അമ്മയില്ലാത്ത തൻ്റെ മകൾക്ക് നല്ല ഒരു അമ്മയായിരിക്കും എന്ന് തോന്നിയ വിശ്വനാഥൻ അമ്മയുടെ നിർബന്ധപ്രകാരം രഞ്ജിനിയോട് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നു. തൻ്റെ അടുത്ത ഫീച്ചറിൻ്റെ വിഷയമായി രഞ്ജിനി തിരഞ്ഞെടുത്തത് സ്പിരിറ്റ് മാഫിയയുടെ പ്രവർത്തനങ്ങളാണ്. ആ വിഷയത്തിൽ അവളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുടെ പേര് ഉണ്ണി നിർദ്ദേശിച്ചു. ACP ജയചന്ദ്രൻ. ഇപ്പോൾ സസ്പെൻഷനിലായ ജയചന്ദ്രനെ കാണാൻ പോയ രഞ്ജിനി അത്ഭുതപ്പെട്ടു. തന്നെ ശർമാജിയുടെ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച ചെറുപ്പക്കാരനായിരുന്നു അത്. ജയചന്ദ്രൻ രഞ്ജിനിയെ സഹായിക്കാമെന്നേറ്റു. വിശ്വനാഥന്റെ സമ്മതവും വാങ്ങി ഉണ്ണിയെയും കൂട്ടി രഞ്ജിനി ജയചന്ദ്രനോടൊപ്പം പാലക്കാട് വാളയാർ ഭാഗത്തേക്ക് പോയി ധാരാളം തെളിവുകൾ ശേഖരിച്ചു. രഞ്ജിനിയെ നിശബ്ദമായി സ്നേഹിച്ച ഉണ്ണി ജയചന്ദ്രനും രഞ്ജിനിയും അടുത്തിടപഴകുന്നത് കണ്ടപ്പോൾ അവർ വിവാഹിതരായേക്കും എന്ന് കണക്കുകൂട്ടി. സ്പിരിറ്റ് മാഫിയെക്കുറിച്ച് തെളിവ് ഫോട്ടോ സഹിതം തയ്യാറാക്കിയ ഫീച്ചർ പ്രസിദ്ധീകരിക്കുകയില്ല എന്ന് കൈമൾ ശടിച്ചപ്പോൾ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പെൻ ഡൗൺ സ്ട്രൈക്ക് തുടങ്ങി. ഒരിക്കൽ കൂടി വിശ്വനാഥൻ ഇടപെട്ട് കൈമളിനെയും ജീവനക്കാരെയും അനുരഞ്ജിപ്പിച്ചു. ഫീച്ചർ പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യമുണ്ടായതിൽ നിരാശനായ കൈമൾ ഫീച്ചർ പ്രസിദ്ധീകരിക്കപ്പെടും എന്ന വാർത്ത ശർമാജിയെ അറിയിക്കുന്നു. ശർമാജി വിശ്വനാഥന്റെ വീട്ടിൽ പോയി അയാളെ ഒന്ന് വിരട്ടി നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. പ്രസ്സിൽ ഫീച്ചർ അച്ചടിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കവേ ശർമാജി രഞ്ജിനിയെ തട്ടിക്കൊണ്ടുപോയി ഉണ്ണിയോട് വിലപേശൽ നടത്തി. ഫീച്ചർ പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെക്കണം. ശേഖരിച്ച എല്ലാ തെളിവുകളും ശർമാജി ഏൽപ്പിക്കണം. എങ്കിൽ മാത്രമേ രഞ്ജിനിയെ ജീവനോടെ തിരിച്ചു കിട്ടൂ എന്ന് പറയുന്നു. പക്ഷേ ശർമാജി പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അങ്ങനെ ജയചന്ദ്രനും വേണുവും വിശ്വനാഥനും കൂടി ശർമാജിയെ കീഴ്പ്പെടുത്തുന്നു. ഫീച്ചർ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. സത്യം വെളിച്ചം കണ്ടതുകൊണ്ട് ജയചന്ദ്രന്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെടുന്നു. എല്ലാവരും വേണുവിൻ്റെ വീട്ടിൽ ഒത്തുകൂടുമ്പോൾ വിശ്വനാഥൻ രഞ്ജിനിക്ക് ഉണ്ണിയെ ഇഷ്ടമാണെന്നും അവർ വിവാഹിതരാകണം എന്നും എല്ലാവരോടുമായി പറയുന്നു. അത് എല്ലാവർക്കും സമ്മതവുമായിരുന്നു. ഒരിക്കൽ പോലും ആഘോഷിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു സംവിധായകനാണ് വിജി തമ്പി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ കാണുവാൻ നല്ല രസവുമുള്ളതാണ്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കണ്ട ജേർണലിസ്റ്റ്.